കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മാസം തോറും 1600 രൂപ വീതം ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരും അതുപോലെ തന്നെ ക്ഷേമ ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. 2025 വർഷത്തെ വാർഷിക മാസ്റ്ററിംഗ് അവസാനിച്ചപ്പോൾ അനർഹരെ ഒഴിവാക്കിയിട്ടുള്ള പുതിയ പട്ടിക പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുപ്രകാരമായിരിക്കും സെപ്റ്റംബർ മാസത്തിൽ പെൻഷൻ വിതരണം നടത്തുക. ഓണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ മാസം ഒരു മാസത്തെ തുകയോടുകൂടി കുടിശ്ശിക ഇനത്തിൽ ശേഷിച്ച 1600 രൂപ കൂടി വിതരണം ചെയ്തത്. ഇനി സെപ്റ്റംബർ മാസത്തെ തുകയാണ് വിതരണം ചെയ്യുവാനുള്ളത്. ഒരു മാസത്തെ ഗഡുവായ 1600 രൂപയായിരിക്കും വിതരണം ചെയ്യുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇനിയും കുടിശ്ശികയായി ഒരു മാസത്തെ തുക കൂടി വിതരണം ചെയ്യുവാനുണ്ട്. ഇത് തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുക്കാറായ സാഹചര്യത്തിൽ അതിനു മുന്നേ വിതരണം ചെയ്യുന്നതായിരിക്കുമെന്നുള്ള അറിയിപ്പുകളുമുണ്ട്. അതുകൂടി വിതരണം ചെയ്യുമ്പോൾ വരുന്ന മാസങ്ങളിലും ഏതെങ്കിലും ഒരു മാസം 3200 രൂപ ലഭിക്കുന്നതായിരിക്കും. ഇതുകൂടി നൽകിയാൽ കുടിശ്ശിക ഇനത്തിൽ പിന്നീട് ബാക്കിയുണ്ടാവുകയില്ല. പിന്നീട് അതാത് മാസത്തെ തുക മാത്രമായിരിക്കും വിതരണം ചെയ്യുവാനുണ്ടാവുക. എന്നാൽ ഇതോടൊപ്പം തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് നിലവിലുള്ള തുകയിൽ നിന്നും ഒരു വർധനവ് ഉണ്ടാവുമെന്നുള്ള വാർത്തകളും നിലവിലുണ്ട്. 1800 രൂപ വരെ ഉയർത്തുവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. നിലവിലുള്ള സർക്കാർ ഭരണ കാലാവധി തീരാറായ സാഹചര്യത്തിലാണ് തുക ഉയർത്തുന്നുവെന്നുള്ള അറിയിപ്പുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മന്ത്രിസഭ നിലവിൽ വന്ന സമയത്ത് തന്നെ തുകയിൽ വർധനവ് വരുമെന്നുള്ള അറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഒറ്റയടിക്ക് തുക കൂട്ടുന്നു എന്നല്ല പറഞ്ഞിരുന്നത്, പടിപടിയായി ഉയർത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ഇതുവരെ നിലവിലുള്ള തുകയിൽ ഒരു മാറ്റങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്താ പ്രകാരം തുക ഉയർത്തിയാൽ വലിയ രീതിയിൽ തന്നെ ആളുകൾക്കെല്ലാം ഉപകാരമാവുന്ന രീതിയിലായിരിക്കും ഈ തീരുമാനം. ഇത്തരം വാർത്തകൾ അറിയുന്നതിനായി ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക.